ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 96, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസ്വകായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ജ്ഞാനം ത്വൻഭക്തദാം ബാലകുസുഹൃദവശാൻ മർത്യലോകേ ലഭന്തേ തസ്മാൻ അത്രൈവ ജന്മ ഗൃഹയതി ഭഗവാൻ നാഗോ നാരകോ വാ ആവിഷ്ടം മാം തു ദൈവാൻ ഭവജലനിധി പോദായിദേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരു അനുഗുണവാദായിദ സ്ഥാരയേധാം. അന്വയം. അർത്ഥം: ഭഗവൻ, അല്ലയോ ഭഗവൻ, ജ്ഞാനം ആത്മജ്ഞാനമോ, ത്വത്ഭക്തതാം അങ്ങയിലുള്ള ഭക്തിയോ, സുഹൃതവശാൻ പൂർവജന്മ സുഹൃതത്താൽ, മർത്യലോകേ മനുഷ്യലോകത്തിൽ, ലഘു വേഗം, ജനാഹ ജനങ്ങൾ, ലഭന്തേ നേടുന്നു, തസ്മാൻ അതിനാൽ, നാഗക സ്വർഗത്തിലുള്ളവനും, നാരക വ നരകത്തിലുള്ളവനും, തത്രൈവ മനുഷ്യലോകത്തിൽ തന്നെ, ജന്മ ജനനം, സ്പൃഹയിതി കൊതിക്കുന്നു, ദൈവാൻ ഭാഗ്യവശാൽ, ഭവ ജലനിധി പോദായിതേ സംസാരസമുദ്രം കടക്കാൻ കപ്പലായിട്ടുള്ള, മർത്യദേഹേ ആവിഷ്ടം മനുഷ്യദേഹത്തിൽ കടന്നുകൂടിയിരിക്കുന്നവനായ, മാം തു എന്നെയാകട്ടെ, ഗുരും ആചാര്യനെ, കർണധാരം കടത്തുകാരനാക്കി, കൃത്വ തീർത്തിട്ട്, ത്വം ഭഗവാൻ, അനുഗുണവാദായിരഹ അനുകൂലമായി കാറ്റായി തീർന്ന, താരേധാക അക്കരെ കടത്തണം. ഹരി ഓം. സാരം: ലോകത്തിൽ മനുഷ്യർക്ക് പൂർവജന്മ സുഹൃതത്താൽ പെട്ടെന്ന് തന്നെ ജ്ഞാനമോ ഭക്തിയോ ലഭിച്ചെന്നു വരാം. മനുഷ്യ ശരീരമാണ് ജ്ഞാന ഭക്തി സാധകമായിട്ടുള്ളത്. അതിനാൽ സ്വർഗ നരകങ്ങളിലുള്ളവർ പോലും മനുഷ്യജന്മമാണ് കൊതിക്കുന്നത്. എനിക്കത് ഭാഗ്യം കൊണ്ട് കിട്ടി. ഒരു നല്ല ഗുരുവിനെ കടത്തുകാരനാക്കി അങ്ങ് കാറ്റായി പ്രവർത്തിച്ച് എന്നെ സംസാരസാഗരത്തിൻ്റെ മറുകര കടത്തിയാലും. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. അവ്യക്തം മാർഗയന്ത ശ്രുതിഭിരവീ നയൈ കേവല ജ്ഞാനലുപ്ത്വാഹ ക്ലിശ്യന്തേ അതീവ സിദ്ധിം ബഹുദജനുഷാമന്ത ഏവാപ്നുവന്തി ദൂരസ്ഥ കർമ്മയോഗോപിജ പരമഫലേ നന്വയം ഭക്തിയോഗാം ത്വാൻമൂലാദേവ ഹൃദ്യസ്ത്വരിതമയീ ഭവൻ പ്രാപകോ വർദ്ധതാം മേ. അന്വയം. അർത്ഥം: കേവല ജ്ഞാനലുപ്ത്വ ജ്ഞാനം മാത്രം ഇച്ഛിക്കുന്നവർ, ശ്രുതിഭി ഉപനിഷത്തുക്കളാലും, നയൈ അഭി നയങ്ങളാലും, അവ്യക്തം ബ്രഹ്മത്തെ, മാർഗയന്ത അന്വേഷിക്കുന്നവരായി, അതീവ ഏറ്റവും, ക്ലിശ്യന്തേ ക്ലേശിക്കുന്നു, ബഹുതര ജനുഷാം വളരെ ജന്മങ്ങളുടെ, അന്തേവ ഒടുവിൽ മാത്രം, സിദ്ധിം ഫലം, ആപ്നുവന്തി പ്രാപിക്കുന്നു, കർമ്മയോഗ അഭി കർമ്മയോഗവും, പരമഫലേ മുക്തിയുടെ കാര്യത്തിൽ, ദൂരസ്ഥം അകലെ ഇരിക്കുന്നുവല്ലോ, അയം ഈ, ഭക്തിയോഗ തു ഭക്തിയോഗമാകട്ടെ, ആമൂലാൻ ഏവ ആദ്യം മുതൽക്ക് തന്നെ, ഹൃദ്യം മധുരവും, ത്വരിതം വേഗം, ഭവത് പ്രാപക് നനു അങ്ങയെ പ്രാപിക്കുന്നതുമാകുന്നു, ഐ ഭഗവാൻ, മേ എനിക്ക്, വർദ്ധതാം അത് വളർന്നു വരുമാറാകട്ടെ. ഹരി ഓം. സാരം: ജ്ഞാനത്തിൽ മാത്രം കൊതിക്കുന്നവർക്ക് ഉപനിഷത്തുകൾ യുക്തി,
തുടങ്ങിയവയിലൂടെ സത്യാന്വേഷണവും ദർശനവും ക്ലേശകരമായിരിക്കും. കർമാനുഷ്ഠാനവും കർമ്മവിമുക്തിയും സാധിച്ചതിനു ശേഷമേ മോക്ഷത്തെ കർമ്മികളും പ്രാപിക്കുകയുള്ളൂ. ഭക്തിയോഗത്തിന് ഈ വിഷമതകളൊന്നുമില്ല. ആദ്യം മുതൽ അവസാനം വരെ അത് ഹൃദ്യമാണ്. ഹരി ഓം.